നമസ്കാരം സുഹൃത്തുക്കളെ. 2014 മുതൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ചില കലാപരിപാടികളുണ്ടായിരുന്നു. അഭിനയ തൊഴിലാളികൾ അഥവാ സിനിമാ തൊഴിലാളികൾ എന്ന് പറയുന്ന കൂട്ടരാണ് അതിലെ കലാകാരന്മാർ. ഈ രാജ്യത്ത് നടക്കുന്ന ചില സമരങ്ങൾ, ചില പ്രത്യേക പ്രതിഷേധങ്ങൾ, അതിനൊക്കെ അവർ പെട്ടെന്നൊരു ദിവസം മുതൽ സോഷ്യൽ മീഡിയ വഴിയും പിന്നീട് അല്ലാതെയുമൊക്കെ പിന്തുണച്ചു തുടങ്ങുന്നു. ആദ്യം സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അവർ അതിൻ്റെ തുടക്കമിടുന്നത്. എല്ലാവരുടെയും ഏകദേശം കണ്ടൻറ്റ് ഏതാണ്ട് ഒരേപോലെ തന്നെയായിരിക്കും ഉള്ളടക്കം. അതിനുശേഷം അവർ ഈ മഹാരാജാസ് കോളേജ് പോലുള്ള ഇടങ്ങൾ വേദിയാക്കി ചില കൂട്ടായ്മകളും മറ്റും ചില മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അവർ അത് വിപുലീകരിക്കും. പിന്നീട് ചിലരൊക്കെ ഡൽഹിയിൽ ഫ്ലൈറ്റ് പിടിച്ചു പോകും. അവിടെ സമരക്കാരുടെ ഒപ്പം നിന്നിട്ടും ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കും. എന്നാൽ ഇനി കുറേ നാളത്തേക്ക് ഇത്തരം കലാപരിപാടി നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കേന്ദ്രം ഇപ്പോൾ ഇതാ ഒരു ബില്ല് ലോകസഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. എന്താണ് ആ ബില്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ അക്കൗണ്ട് കോടതി ഉത്തരവില്ലാതെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാം എന്നതാണ് ആ ബില്ല്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകതയുള്ള ഒരു ബില്ലാണ്. ഉദാഹരണത്തിന്, ഇതുപോലെ ചില പ്രത്യേക സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ചില അഭിനയ തൊഴിലാളികൾ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് വെക്കുക. അയാളിൽ സംശയം തോന്നിയ അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ അയാളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം. അപ്പോൾ ഇയാൾ ഈ പിന്തുണയ്ക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പണം ഇട്ടിട്ടുണ്ടോ, എവിടെ നിന്ന് വന്നു, ആരിട്ടു, ഇത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അന്വേഷിക്കാം. അഥവാ അങ്ങനെ പണം വന്നിട്ടാണ് അയാൾ ഇതിലേക്ക് ചാടി ഇറങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് പാസ്സായി എന്ന അറിവ് ഇത്തരക്കാരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒന്ന് പുറകോട്ട് വലിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോഴും പുതിയ മാർഗ്ഗങ്ങളുണ്ട്. പുതിയ ഒരു സിനിമയ്ക്ക് അവസരം കിട്ടി എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ കോൾ ഷീറ്റ് കൊടുത്തു അല്ലെങ്കിൽ അതിന് എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്രയാണോ പ്രതിഫലം അതിലും കൂടുതലായിട്ട് ഇതും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ അവർക്ക് ആ രീതിയിൽ വാങ്ങാം. അല്ല എങ്കിൽ ഏതെങ്കിലും വലിയ ജുവലറിയോ മറ്റോ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും. അതിൻ്റെ പ്രതിഫലമാണ് എന്ന രീതിയിൽ ഈ പ്രതിഫലം കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ വേറെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ ഏതാണെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയേ ഇതൊക്കെ സാധ്യമാവും. അതിനൊക്കെ അവർക്ക് തീർച്ചയായിട്ടും കണക്ക് കൊടുക്കേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല എന്നാണ് ഇതിനർത്ഥം. തൻ്റെ ബാങ്ക് അക്കൗണ്ട് കോടതി ഉത്തരവില്ലാതെ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനും പരിശോധിക്കാം എന്നൊരു നിയമം വരുമ്പോൾ തന്നെ ഏതൊരു സാധാരണക്കാരനും ഒന്ന് ജാഗ്രത പാലിക്കും. അപ്പോൾ പിന്നെ ഈ അഭിനയ തൊഴിലാളികൾ, ഈ സിനിമാ മേഖലയിലുള്ളവർ എല്ലാം 100% ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളല്ല അവരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നികുതി വെട്ടിപ്പും ഉടായിപ്പും രാസലഹരിയും സ്ത്രീകളെ ചൂഷണം ചെയ്യലും അങ്ങനെ നോക്കുമ്പോൾ ബാക്കി മറ്റ് തൊഴിലിടങ്ങളിലൊക്കെ നടക്കുന്ന സംഗതിയാണെങ്കിലും ഇതെന്തോ തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടരാണിവർ. അവിടേക്കാണ് ഈ നിയമം വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കൂട്ടരായി ഇവർ മാറുന്നത്. ജാഗ്രത എന്നല്ല ഇതിന് പറയേണ്ടത്, ശരിക്കുള്ള പേടിയാണ് അവർക്ക് വരുന്നത്. ഇനി ഇത്തരം സമരങ്ങൾക്കൊക്കെ ചാടി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഉറവിടത്തിൽ നിന്ന് ഇതുപോലെ പണമോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ പണം വാങ്ങിയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നു എന്ന് വന്നാൽ നിലവിൽ തന്നെ അവർക്കില്ലാതായി പോയ വിശ്വാസത എന്ന് പറഞ്ഞ സാധനം പിന്നെയും ഇല്ലാതാവും. പിന്നെ കുറേ അന്ധമായിട്ടുള്ള ഫാൻസ് മാത്രമേ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കൂ. സമൂഹത്തിന് മുന്നിൽ അവർ വെറും അഭിനയ തൊഴിലാളികളോ സിനിമാ തൊഴിലാളികളോ മാത്രമായി മാറും. എന്തായാലും നല്ല 1ാം ക്ലാസ് നിയമമാണ് പാസ്സാക്കിയത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും സംശയമില്ലായിരിക്കും. എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോട്ടെ. എന്നെ ഇപ്പോൾ അവർക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോട്ടെ, നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിച്ചോട്ടെ. പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ചുകൊണ്ട് പോകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സംശയമുള്ള ഒരാളുടെ അക്കൗണ്ട് പരിശോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.